നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. നമ്മുടെ സമൂഹത്തിൽ എന്തൊക്കെ പുരോഗതി വന്നു എന്ന് പറഞ്ഞാലും ചിലരുടെ ഒന്നും തലയിൽ ഇപ്പോഴും വെളിച്ചം വീണിട്ടില്ല എന്നുള്ളതാണ് പല വാർത്തകൾ കേൾക്കുമ്പോഴും കാണുമ്പോഴും മനസ്സിലാകുന്നത്. സ്ത്രീകൾ ഇന്നും സമൂഹത്തിൽ ഒരു 4 ചുവരിനുള്ളിലെ ചട്ടക്കൂടിനുള്ളിൽ തളയ്ക്കപ്പെട്ടവരാണ് എന്നുള്ള ബോധമാണ് ഇപ്പോഴും പലർക്കുള്ളത്. കഴിഞ്ഞ ദിവസം ഒരു ലീഗ് നേതാവിന്റെ ശബ്ദ സന്ദേശം പുറത്തു വന്നിരുന്നു. എന്നാൽ അദ്ദേഹം അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: ഇന്ന് കൂത്തുപറമ്പ് നിയോജക മണ്ഡലം UDF കമ്മിറ്റി ഷാഫി പറമ്പിലിന് സ്വീകരണം ഒരുക്കിയിട്ടുണ്ടെന്നും അതിൽ വനിതാ ലീഗ് പ്രവർത്തകരുടെ സാന്നിധ്യം ഉണ്ടാകണമെന്നും റോഡ് ഷോയിലും പ്രകടനത്തിലും പങ്കെടുക്കേണ്ടതില്ല എന്നുമാണ് ലീഗ് നേതാവ് പറയുന്നത്. കൂത്തുപറമ്പ് മണ്ഡലം ലീഗ് ജനറൽ സെക്രട്ടറിയായ ഷാഹുൽ ഹമീദിന്റേതാണ് ഈ സന്ദേശം. അതായത് ഷാഫി പറമ്പിലിന്റെ വിജയാഘോഷത്തിന്റെ റോഡ് ഷോയിൽ വനിതാ ലീഗ് പ്രവർത്തകർ പങ്കെടുക്കുന്നതിൽ നിന്നും ഈ ലീഗ് നേതാവ് അവരെ വിലക്കിയിരിക്കുകയാണ്. പാനൂരിൽ വെച്ച് നടക്കുന്ന റോഡ് ഷോയിൽ വനിതാ ലീഗ് നേതാക്കൾ പങ്കെടുക്കരുതെന്ന് കർശനമായി പറയുന്നുണ്ട് ആ ഓഡിയോയിൽ. ഇതെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നത് ഒരൊറ്റ ചോദ്യത്തിൽ തന്നെയാണ്. മുസ്ലിം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾ ഇന്നും അനുഭവിക്കുന്ന പ്രശ്നങ്ങളിലേക്ക് തന്നെയാണ്. ഇന്നും സമൂഹത്തിൽ അവർക്ക് സ്വതന്ത്രമായ അഭിപ്രായങ്ങളോ മറ്റൊന്നിനും വേണ്ടി ശബ്ദമുയർത്താനുള്ള ഒരു അവകാശം ഇല്ല എന്ന് തന്നെയാണ് അതവർ പറയാതെ പറഞ്ഞു വെക്കുന്നത്. വലിയ രീതിയിലുള്ള വിവാദങ്ങളിൽ പെടാതെ തലയൂരാൻ ചില മുടന്തൻ ന്യായങ്ങളും ഇവർ പറയുന്നു. എന്നാൽ ഇതൊന്നും വില പോകില്ല. ആവേശ തിമിർപ്പിന് മതപരമായ നിയന്ത്രണം അനുവദിക്കുന്നില്ല എന്നും വനിതാ പ്രവർത്തകർ ആക്ഷേപം വരാതെ ജാഗ്രത പുലർത്തണമെന്നും മറ്റു രാഷ്ട്രീയ പാർട്ടിയിലെ വനിതാ നേതാക്കൾ കാണിക്കുന്ന ആവേശം നമുക്ക് പാടില്ല എന്നും കൂടെ ആ സന്ദേശത്തിൽ ലീഗ് നേതാവ് നിർദ്ദേശിക്കുന്നുണ്ട്. അനുഭവങ്ങളുടെ വെളിച്ചത്തിലാണ് നിർദ്ദേശമെന്നും ലീഗ് നേതാവ് പറയുന്നുണ്ട്. എന്നാൽ എന്ത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നിന്നാണ് ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് ഇദ്ദേഹം വ്യക്തമാക്കുന്നില്ല. വ്യക്തമായി അത് പറയുന്നില്ല. വെറുമൊരു നൃത്തം ചെയ്ത് ആഘോഷിച്ചതാണോ വലിയ തെറ്റെന്ന് കൂടെ ഈ നേതാവ് വ്യക്തമാക്കേണ്ടതുണ്ട്. വോട്ടെണ്ണൽ ദിവസം പാനൂരിൽ വനിതാ ലീഗ് പ്രവർത്തകർ നൃത്തം ചെയ്ത് ആഘോഷിച്ചിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ പ്രചരിച്ചതിന് പിന്നാലെയാണ് ലീഗ് നേതാവിന്റെ വിവാദ നിർദ്ദേശത്തിന്റെ ഓഡിയോ പുറത്തു വന്നതും.